കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് അതുല്യമായ സ്ഥാനമുണ്ട്. മലബാർ മേഖലയിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ ഈ ദേവാലയം വിശ്വാസവും ഭക്തിയും മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകവും രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഈ ക്ഷേത്രം കാലത്തിന്റെയും അനുഭവങ്ങളുടെയും തെളിവായി ഇന്നും ഭക്തരുടെ മനസ്സിൽ ഭയഭക്തി നിറച്ചുകൊണ്ടിരിക്കുന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി കഥകൾ നിലനിൽക്കുന്നു. വിശ്വകർമാവ് നിർമ്മിച്ച 3 ശിവലിംഗങ്ങളിൽ 2 എണ്ണം ഭൂമിയിൽ മുങ്ങിപ്പോയി. മൂന്നാമത്തേത് മൂഷിക വംശരാജാവായ ശതസോമൻ അഗസ്ത്യമുനിയെ കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിപ്പിച്ചു. അതുപോലും താഴ്ന്നുപോയി തുടങ്ങിയപ്പോൾ അഗസ്ത്യമുനി നെയ്വിളക്ക് കത്തിച്ചുവെച്ച് അശ്വമേധ മന്ത്രം ചൊല്ലി നമസ്കരിച്ചതോടെ ഇവിടെ ഉറച്ചുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്നും അശ്വമേധ നമസ്കാരം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. അഗസ്ത്യമുനി അന്ന് കത്തിച്ചുവെച്ച വിളക്ക് ഇന്നും കെടാവിളക്കായി ഇവിടെ കത്തി നിൽക്കുന്നു. ആ വിളക്കിലേക്കുള്ള നെയ്യ് സമർപ്പണമായാണ് നെയ്യമൃത്, പൊന്നിൻകുടം എന്നീ വഴിപാടുകൾ ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. രാജരാജേശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലും വളരെ പൗരാണികവും കേരളത്തിൽ തന്നെ വേറെ എവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒരു വലിയൊരു സങ്കല്പമാണ് രാജരാജേശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം. പൗരാണിക ശിവക്ഷേത്രങ്ങളിൽ പ്രശസ്തമാണ് എങ്കിലും സാധാരണ നിലയ്ക്ക് ശിവക്ഷേത്രം എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാമെന്നുണ്ടെങ്കിലും രാജരാജേശ്വരൻ എന്ന് പറയുന്നത് കേവലം ഒരു ശിവസങ്കല്പത്തിൽ ഒതുങ്ങുന്ന ഒരു സങ്കല്പമല്ല. അതിനൊക്കെ ഉപരിയായിട്ടുള്ള വളരെ ഉയർന്ന ഒരു സങ്കല്പം ഈ രാജരാജേശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തിനുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിൽ എവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ത്രിമൂർത്തി അതീതനായിട്ടുള്ള ഒരു ദേവസങ്കല്പം, ശിവരൂപത്തിൽ ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ത്രിമൂർത്തി അതീതനായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, സൃഷ്ടിയും സ്ഥിതിയും സംഹാരത്തെയും ഒക്കെ കൈകാര്യം ചെയ്യാവുന്ന കാര്യകാരണവർത്തിയായിട്ടുള്ള ഒരു സങ്കല്പത്തെയാണ് യഥാർത്ഥത്തിൽ രാജരാജേശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഉപരിയായിട്ടുള്ള ദേവൻ, സകല ദേവന്മാർക്കും ദേവനായിട്ടുള്ള ആ ഒരു സങ്കല്പം എന്നുള്ള അർത്ഥത്തിലാണ് രാജരാജേശ്വരൻ എന്ന് പറയുന്നൊരു സങ്കല്പം വരുന്നത്. ആ ഒരു ഭാവത്തിലാണ് ഇവിടെ ഭഗവാനെ ആരാധിക്കപ്പെടുന്നത്, രാജരാജേശ്വരൻ എന്നൊരു സങ്കല്പത്തിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഇവിടുത്തെ നിത്യനിദാനങ്ങളിലും അവിടുത്തെ ആചാര വൈവിധ്യങ്ങളിലും ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കും. രാവണവധത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങിയ ശ്രീരാമൻ ഇവിടെ വന്നിറങ്ങി ദേവനെ വണങ്ങിയെന്നും ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ കയറി തൊഴുതതിനു ശേഷം അവിടെ ആരും നമസ്കരിക്കാറില്ലെന്നും ഐതിഹ്യം പറയുന്നു. ഇതോടെ ഈ ക്ഷേത്രം രാമായണ കാലത്തിന്റെ ഓർമ്മകൾ ഉൾക്കൊണ്ട ഒരു ദൈവിക സ്മാരകം കൂടിയായി മാറുന്നു. ത്രേതായുഗത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങളെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തെരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ശ്രീരാമനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യ കഥകൾ ഈ ക്ഷേത്രത്തിൻ്റെ പുരാവൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കേൾക്കാനുണ്ട്. ശ്രീരാമൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെന്നും രാജരാജേശ്വരനെ തൊഴുതിട്ടുണ്ടും എന്നുള്ള തരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സങ്കല്പത്തിൽ ഇവിടുത്തെ ക്ഷേത്രത്തിനകത്തുള്ള മണ്ഡപം വളരെ വൈശേഷികമായിട്ടുള്ളൊരു മണ്ഡപമാണ്. ഇവിടെ സാധാരണ നമസ്കാര മണ്ഡപം എന്ന പേരിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്ന നമസ്കാര മണ്ഡപം, ആ സ്ഥാനത്തൊരു മണ്ഡപം ഉണ്ടെങ്കിലും അവിടെ ശ്രീരാമൻ നമസ്കരിച്ചതാണ് ആ മണ്ഡപം എന്നതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതൊന്നും ചെയ്യുകയോ ചെയ്യുന്നില്ല. പകരം ആ ഒരു പൂജാ പ്രാധാന്യത്തോടു കൂടി, ഒരു ചൈതന്യ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു സങ്കേതമായിട്ട് മാത്രമാണ് ഈ മണ്ഡപത്തെ പോലും അവിടെ കണക്കാക്കുന്നത്. കാരണം ശ്രീരാമൻ്റെ തന്നെ ആ ഒരു ചൈതന്യം ആ മണ്ഡപത്തിലുണ്ട്, ഒരു ദേവാംശം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അവിടെ കയറി നമസ്കരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതല്ലാതെയുള്ള ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വ്യത്യാസമായിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഐതിഹ്യം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർത്താക്കളായിട്ട് പറയപ്പെടുന്നത് ശ്രീരാമനും പൂർവികനായിട്ടുള്ള ഇക്ഷ്വാകു വംശത്തിലുള്ള ശ്രീരാമന് ഒരുപാട് പൂർവികനായിട്ടുള്ള മാന്ധാതാവ് മഹർഷി. അദ്ദേഹം ഒരു രാജാവാണ്, രാജർഷിയാണ്. അദ്ദേഹത്താലാണ് ഇവിടെ ആദ്യമായിട്ട്
ഇവിടെ ഒരു വിഗ്രഹപ്രതിഷ്ഠ, ഇവിടുത്തെ ഒരു ശ്രീപാർവതിയിൽ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു ശിവലിംഗം അദ്ദേഹം ശ്മശാനമൊന്നുമില്ലാത്ത ഒരു ഭൂമിയിൽ അത് പ്രതിഷ്ഠിക്കണമെന്ന് ശ്രീപാർവതിയാൽ തന്നെ കൽപ്പിക്കപ്പെട്ടു എന്നും അത് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അദ്ദേഹം അത് അന്വേഷിച്ചു. ശ്മശാനം, ഒരു ജീവി പോലും ചത്തു വീണിട്ടില്ലാത്ത, ഒരു ഉറുമ്പ് പോലും ഇന്നേ വരെ ചത്തു വീണിട്ടില്ലാത്ത ഒരു ഭൂമിയിൽ, ഒരു പ്രദേശത്ത്, ഒരു സ്ഥലത്ത് അത് പ്രതിഷ്ഠിക്കണമെന്ന് മാന്ധാതാവിനോട് ശ്രീപാർവതി കൽപ്പിച്ചു എന്നും അതിൻ്റെ തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള ഒരു ഭൂമി ഇദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ച് എത്തിയത് ഒരു തളികയുടെ വട്ടം മാത്രം വിസ്താരമുള്ള, തളിക എന്ന് പറയുമ്പോൾ ചെറിയൊരു പാത്രം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു കിണ്ണം എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു സങ്കല്പത്തിൽ ഒരു ചെറിയ തളികയുടെ മാത്രം വലിപ്പമുള്ള വിസ്താരമുള്ള ഒരു ഭൂമി കണ്ടെത്തിയെന്നും അവിടെ ഈ പ്രതിഷ്ഠ അദ്ദേഹം നടത്തി എന്നുമാണ് ഐതിഹ്യം. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്ന നിരവധി ആചാരങ്ങളുണ്ട്. അതിലൊന്ന് സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് രാത്രിയിലെ അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. പകൽ സമയത്ത് രാജരാജേശ്വരൻ രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനാണെന്നും രാത്രിയിൽ പാർവതി ദേവിയോടൊപ്പം ആനന്ദചിത്തനായി കാണപ്പെടുന്നു എന്നുമുള്ള വിശ്വാസമാണ് ഈ ആചാരത്തിന് പിന്നിൽ. പ്രതിഷ്ഠാരീതിയിലും ഈ വ്യത്യാസം കാണാം. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കൂവളത്തിലയ്ക്ക് പകരം ഇവിടെ തുളസി ഉപയോഗിച്ചാണ് അർച്ചന നടത്തുന്നത്. ഇത് വിഷ്ണുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പാലിക്കുന്നതിന്റെ സൂചനയാണ്. കൂടാതെ നിവേദ്യങ്ങളിലും പൂജകളിലും ചില വ്യതിരിക്തമായ ആചാരങ്ങളുണ്ട്. ശിവരാത്രി, പ്രദോഷം തുടങ്ങിയ ശിവനുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾക്ക് ഇവിടെ പ്രത്യേക പ്രാധാന്യമില്ല. മലർ നിവേദ്യവും ശംഖധ്വനിയും പതിവില്ല. അഭിഷേക സമയത്ത് മാത്രമേ ശിവലിംഗം നേരിട്ട് കാണാൻ കഴിയൂ. അല്ലാത്ത സമയത്ത് അത് സ്വർണ്ണഗോളകയാൽ മൂടപ്പെട്ടിരിക്കും. ക്ഷേത്രത്തിന്റെ ഘടനയിലും ഈ പ്രത്യേകതകൾ പ്രതിഫലിക്കുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെ കൊടിമരമില്ല, കൊടിയേറിയ ഉത്സവങ്ങളുമില്ല. വഴിപാടുകളുടെ കാര്യത്തിലും വ്യത്യാസങ്ങളുണ്ട്. നെയ്യമൃത്, പൊന്നിൻകുടം, വെള്ളിക്കുടം, യാമനമസ്കാരം, അശ്വമേധ നമസ്കാരം എന്നിവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. ഇവിടുത്തെ സങ്കല്പം പോലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ത്രിമൂർത്തി അതീതമായിട്ടുള്ളൊരു ഭാവമാണ് എന്നതുകൊണ്ട് തന്നെ കേവലം ശിവരൂപത്തിൽ ആരാധിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ശിവൻ്റേതായിട്ടുള്ള നമ്മളൊരു ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന പ്രത്യേകതകളോ ശിവക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ചടങ്ങുകളോ അനുഷ്ഠാനങ്ങളോ സമ്പ്രദായങ്ങൾക്കോ അല്ല അവിടെ പ്രാധാന്യം. അതിനപ്പുറമുള്ള കുറേ വൈശേഷികമായിട്ടുള്ള ആചരണങ്ങളും പദ്ധതികളും ഇവിടെ ഉണ്ട്. തുളസിയാണ് പ്രധാനമായിട്ട് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള പുഷ്പം. സ്വതവേ ശിവക്ഷേത്രങ്ങളിൽ വില്വപത്രം അഥവാ കൂവളത്തിൻ്റെ ഇലയാണ് പ്രധാനമായിട്ടുള്ളൊരു ആരാധനാ പുഷ്പമായിട്ട് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ വില്വപത്രം ഇവിടെ പ്രവേശിപ്പിക്കുക പോലും ഇല്ല. പകരം പൂർണ്ണമായിട്ടും തുളസി, വിഷ്ണുവിന് പ്രാധാന്യമുള്ള തുളസി കൊണ്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തെ ഇവിടെ വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ നിത്യ ആരാധനയിൽ ധാരകൾക്കോ അതുപോലെ പ്രദോഷം മുതലായിട്ടുള്ള ശൈവ പ്രാധാന്യമായിട്ടുള്ള ചടങ്ങുകൾക്കോ ഒന്നുമല്ല പ്രാധാന്യം. അതിനപ്പുറമുള്ള ഒരു സങ്കല്പം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ത്രിമൂർത്തി അതീതമായിട്ടുള്ള ശിവഭാവത്തെയാണ് അല്ലെങ്കിൽ ശിവരൂപത്തിലുള്ള ഒരു കൽപ്പനയായിട്ടാണ് രാജരാജേശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഇവിടെ സമ്മേളിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ തന്നെ പൗരാണിക പ്രശസ്തി കൊണ്ടും അതിൻ്റെ ഒരു പഴക്കം കൊണ്ടും ഐതിഹ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും ഒക്കെ ഒരുപാട് പഴക്കമുള്ള ഒരുപാട് സങ്കല്പങ്ങൾ ഉള്ള ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ പ്രഥമഗണനീയമായിട്ടുള്ള ഒരു ക്ഷേത്രം, ഒരു സങ്കേതം ഈ രാജരാജേശ്വര ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ ശ്രീപാർവതി, ദക്ഷിണാമൂർത്തി, പരശുരാമൻ, നന്ദി, യക്ഷി, ശാസ്താവ് തുടങ്ങിയ നിരവധി ഉപദേവതകൾക്കും സന്നിധിയുണ്ട്. അതുപോലെ സമീപമുള്ള ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ദേവിയുടെ സാന്നിധ്യവും ഇവിടെ സങ്കല്പിക്കപ്പെടുന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം എന്നിവ ചേർന്നാണ് പ്രശസ്തമായ ത്രേതാഗ്നികൾ രൂപപ്പെടുന്നത്. സൽസന്താനത്തിനായി ഗർഭിണികൾ ഒരേ ദിവസം ഈ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പതിവാണ്. തളിപ്പറമ്പ് ക്ഷേത്രത്തിന് ലക്ഷ്മിപുരം എന്ന പേര് ലഭിച്ചതിനു പിന്നിൽ കൗതുകകരമായൊരു കഥയുണ്ട്. ഒരു ശിവരാത്രി ദിനത്തിൽ ലക്ഷ്മി ദേവി ശിവനെ കാണാൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ വിഷ്ണുവിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ശിവൻ തന്നെയാണ് വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ അവിടെ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ ലക്ഷ്മി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ തടഞ്ഞു. ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മി സാന്നിധ്യം എന്നും നിലനിൽക്കണമെന്നായിരുന്നു ഭഗവാന്റെ ആഗ്രഹം. അതിനുശേഷം ഈ ക്ഷേത്രം ലക്ഷ്മിപുരം എന്നും അറിയപ്പെട്ടു. ദക്ഷയാഗത്തിന് ശേഷം സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഭൂമിയിൽ വീണു എന്ന ഐതിഹ്യം അനുസരിച്ച് തല വീണത് തളിപ്പറമ്പിലാണെന്നും
യോനി മണ്ഡലം വീണത് ചെങ്ങന്നൂരിലാണെന്നും മറ്റൊരൈതിഹ്യം. അതുകൊണ്ടാണ് ചെങ്ങന്നൂരിൽ ഇന്നും തൃപ്പൂത്ത് എന്ന അപൂർവ ചടങ്ങ് നടക്കുന്നത്. അവിടെ ദർശനം നടത്തുന്നവർ തളിപ്പറമ്പ് രാജരാജേശ്വരനെ സ്മരിച്ചു തൊഴുന്നത് പതിവാണ്. ഈ ക്ഷേത്രം ഒരിക്കൽ രാജകീയ ഭരണാധികാരത്തിന്റെ പ്രതീകവുമായിരുന്നു. കോഴിക്കോട് സാമൂതിരിയും തിരുവിതാംകൂർ രാജാക്കന്മാരും അരിയിട്ട് വാഴ്ചയ്ക്ക് മുൻപ് ആനയെ ക്ഷേത്രനടയിൽ ഇരുത്തി തൊഴുന്നത് പതിവായിരുന്നു. അതിലൂടെ രാജരാജേശ്വര ക്ഷേത്രം ദൈവിക വിശ്വാസത്തിനു പുറമെ രാജകീയ അധികാരത്തിന്റെയും ഭരണം ആരംഭിക്കുന്നതിനു മുൻപുള്ള ആത്മീയ അംഗീകാരത്തിന്റെയും പ്രതീകമായി മാറി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, ഐതിഹ്യങ്ങളുടെ മണ്ണിൽ വളർന്ന വ്യത്യസ്തമായ ആചാരങ്ങളാൽ സമ്പന്നമായ ചരിത്രത്തിന്റെ ഭാരവും സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതാപവും നിറഞ്ഞ ക്ഷേത്രമാണ്. ഇന്നും അത് ഭക്തജനങ്ങളെ വിസ്മയിപ്പിക്കുന്നു. വിശ്വാസം, ഭക്തി, ആത്മീയത, സാംസ്കാരിക പൈതൃകം എല്ലാം കൂടി ചേർന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കേരളത്തിന്റെ ഭക്തിസാന്ദ്രമായ ഹൃദയമിടിപ്പായി നിലകൊള്ളുന്നത്.